ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടുത്തെ പൗരന്മാരുടെ ജനാധിപത്യപരമായ ഏതെങ്കിലും അവകാശങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നു എന്നതാണോ ജനാധിപത്യത്തിന്റെ മാനദണ്ഡം? ജനാധിപത്യം നിലനിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനം ഇവയൊന്നുമല്ല. ഈ അടുത്ത് ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇലക്ട്രൽ ഓട്ടോക്രസിയുടെ പട്ടികയിൽ ആദ്യമായി കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. 2018 മുതൽ ഇതുവരെ അത് അങ്ങനെ തന്നെ തുടരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ അടുത്ത കാലത്ത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും കടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യമാണ്. ഈ റിപ്പോർട്ടുകളിൽ പൊതുവെ 4 വിഭാഗങ്ങളാണുള്ളത്: ലിബറൽ ഡെമോക്രസി, ഇലക്ട്രൽ ഓട്ടോക്രസി ആൻഡ് ക്ലോസ്ഡ് ഓട്ടോക്രസി. ഇതിൽ 3ാമത്തെ വിഭാഗത്തിലാണ് ഇന്ത്യ. അപ്പോൾ എന്താണ് ഇലക്ട്രൽ ഓട്ടോക്രസി? അതായത് പീരിയോഡിക്കലായി തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുവെങ്കിലും ജനാധിപത്യപരമായ ഒന്നും രാജ്യത്ത് നിലനിൽക്കാത്ത അവസ്ഥയാണിത്. മൗലികമായ അവകാശങ്ങളില്ല, സ്വാതന്ത്ര്യമില്ല, നീതിപൂർവമായ തിരഞ്ഞെടുപ്പുകളില്ല, അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളില്ല, ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ. പാർലമെന്റിൽ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് കരിനിയമങ്ങൾ പാസാക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നയപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ. ഇൻ്റർനെറ്റ് ഷട്ട്ഡൗണുകളുടെ കാര്യത്തിലും ഇന്ത്യ മുൻപന്തിയിലാണ്. ആക്സസ് നൗ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് മറ്റേത് രാജ്യത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് റദ്ദാക്കലുകൾ നടന്നിട്ടുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഈ ഒരു പതിറ്റാണ്ടിൽ 850 തവണയാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റുകൾ റദ്ദാക്കിയിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്കും ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും ഇന്ത്യ ഒട്ടും പിന്നിലല്ല. ദി ഡോക്യുമെന്റേഷൻ ഓഫ് ദി ഒപ്രസ്ഡ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആൾക്കൂട്ട ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് 206 സംഭവങ്ങളാണ് രാജ്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ മുസ്ലിം, ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളും ദളിതരും ഉൾപ്പെടെ 850ഓളം മനുഷ്യർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പോലും മോദി സർക്കാർ അട്ടിമറികൾ നടത്തുകയും പൊളിറ്റിക്കൽ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ മോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഇതുവഴി ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഹനിക്കുകയുണ്ടായി. ഇലക്ഷൻ കമ്മീഷനെ പോലും വെറുതെ വിടാതെ ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടി സുപ്രീം കോടതി പ്രാബല്യത്തിൽ കൊണ്ടുവന്ന അപ്പോയിന്റിംഗ് സംവിധാനം മോദി സർക്കാർ അട്ടിമറിക്കുകയും ഇതിനെതിരെ പുതിയ നിയമം കൊണ്ടുവരികയും ഈ നിയമത്തിലൂടെ അപ്പോയിന്റിംഗ് കമ്മിറ്റിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ എടുത്തുകളയുകയും ചെയ്തു. ഈ ഒരു പതിറ്റാണ്ടിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ BJP നടത്തിയ ഗുരുതരമായ ചട്ടലംഘനങ്ങളെല്ലാം മോദി സർക്കാർ കണ്ടിൽ നിന്ന് നടിച്ചു. പ്രതിപക്ഷ കക്ഷികളെ പോലും ഈ സർക്കാർ വെറുതെ വിട്ടില്ല. കേന്ദ്ര ഏജൻസികളായ CBI, ED, IT എന്നിവയെല്ലാം ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നിരന്തരം വേട്ടയാടി. ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന വിവിധ NGOകളെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളെയും മോദി സർക്കാർ നിരന്തരം ചൂഷണം ചെയ്യുകയുണ്ടായി. വിഖ്യാതമായ മനുഷ്യാവകാശ സംഘടനയായിരുന്ന ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ഓഫീസുകളിൽ CBIയുടെ നേതൃത്വത്തിൽ വ്യാപകമായ റെയ്ഡുകൾ നടത്തുകയും അവരുടെ അക്കൗണ്ടുകൾ വരെ മരവിപ്പിക്കുകയും ചെയ്തു. ഒടുക്കം ആംനസ്റ്റി ഇന്ത്യ വിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ് ഉണ്ടായത്. എന്തിന്? ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചതിന്. BBC ഓഫീസിൽ പോലും റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളും അരങ്ങേറി. ഒടുവിൽ ആ ഡോക്യുമെൻ്ററി ബാൻ ചെയ്യുകയും ചെയ്തു. ഭരണഘടനയെ അട്ടിമറിച്ച, മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിച്ച, പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയെയും കൂച്ചുവിലങ്ങണിയിച്ച ഒരു ഭരണ സംവിധാനത്തെ ഇലക്ട്രൽ ഓട്ടോക്രസി എന്നല്ലാതെ മറ്റെന്ത് വിളിക്കും? മേൽ പറഞ്ഞിരിക്കുന്ന അപകടകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി ബോധവാന്മാരാവുകയും വരും തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് ഒരു ശരാശരി ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് ഓർക്കുക. ഈ രാജ്യത്തെ ഒരേകാധിപത്യത്തിനും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ഇന്ത്യയെ നമുക്ക് തിരിച്ചു പിടിച്ചേ മതിയാവും.